വാട്സപ്പ് ഉപയോഗിക്കാത്ത ആരും തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കത്തില്ല. വാട്സപ്പിന്റെ അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തത്. അപ്പം വാട്സപ്പിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ കുറെ അപ്ഡേറ്റുകൾ ഓൾറെഡി വാട്സപ്പിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാണ്, മറ്റു ചിലത് ബീറ്റ വെർഷനിലാണ്. ആ അപ്ഡേറ്റുകൾ അധികം താമസിക്കാതെ തന്നെ എല്ലാവർക്കും ലഭിച്ചു തുടങ്ങുന്നതാണ്. അപ്പം വൺ ബൈ വൺ ആയിട്ട് ഓരോ അപ്ഡേറ്റുകളൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വാട്സപ്പിന്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാവർക്കും അറിയത്തില്ല. കാരണം വാട്സപ്പിൽ വരുന്ന അപ്ഡേറ്റുകളെ കുറിച്ചൊന്നും ആരും അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് വാട്സപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വാട്സപ്പിൽ ഒരു റിയാക്ഷൻ ബട്ടൺ ഉണ്ടല്ലോ. ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഇമോജീസ് അവിടെ വരും. ആ ഇമോജീസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ മെസ്സേജ് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ലോങ് പ്രസ് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുന്ന പരിപാടി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇനി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജുകൾക്ക് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് എല്ലാ വാട്സപ്പ് മെസ്സേജുകളിലും റിയാക്ഷൻ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഇതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് വാട്സപ്പ് ഇമോജി റിയാക്ഷനിൽ നമുക്ക് കുറച്ചൊരു 6-7 ഇമോജീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് പുതുതായിട്ട് അതിൽ ഇമോജീസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഈ റിയാക്ഷൻ ബട്ടന്റെ അടുത്തായിട്ട് ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഇമോജീസ് ആ ഒരു ഇമോജി ലിസ്റ്റിൽ നിന്ന് പുതുതായിട്ടുള്ളത് ആഡ് ചെയ്ത് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ്, വാട്സപ്പ് വീഡിയോ കോളിലും ഫോട്ടോസിലും ഒക്കെ ഇനി ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിൽറ്റേഴ്സ് മാത്രമല്ല, നമ്മുടെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പുതിയ ബാക്ക്ഗ്രൗണ്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ടച്ചപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് ഒക്കെ കുറച്ച് ഗ്ലോ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ വാട്സപ്പ് വീഡിയോ കോളിൽ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി വാട്സപ്പിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നമുക്ക് വാട്സപ്പ് ഫോട്ടോസിലും ഇനി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുകയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയൊക്കെ ഫോട്ടോസിലും വാട്സപ്പിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. മൂന്നാമത് നമുക്ക് വാട്സപ്പിന്റെ സ്റ്റാറ്റസ് സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ഇന്റർഫേസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. മുമ്പ് നമുക്ക് റൗണ്ട് ആയിട്ടായിരുന്നു വാട്സപ്പ് സ്റ്റാറ്റസുകൾ കാണാനായിട്ട് സാധിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ നമുക്കത് പോർട്രേറ്റ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന രീതിയിലായിരിക്കും വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഇനി വിസിബിൾ ആയിട്ടുണ്ടായിരിക്കുക. ഇത് കുറച്ച് മുമ്പത്തേക്കാളും കുറച്ചുകൂടെ വിഷ്വലി നല്ല ഒരു രസമുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. കാരണം കുറേ നാളുകളായിട്ട് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു ഇന്റർഫേസ് കണ്ടുവന്നത് പെട്ടെന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ പലരും ഇത് കൊള്ളത്തില്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കും. പക്ഷേ പേഴ്സണലി എനിക്ക് ഈ ഒരു ലുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നാലാമത്തെ അപ്ഡേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. വാട്സപ്പിൽ വോയിസ് മെസ്സേജുകൾ അയക്കുന്ന ആളുകളായിരിക്കുമല്ലോ എല്ലാവരും. വോയിസ് മെസ്സേജ് കുറച്ച് നല്ലൊരു പരിപാടിയാണ്. അയക്കാൻ നല്ലതാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാം. പക്ഷേ ഇങ്ങോട്ട് അത് അയക്കുന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെയുള്ള വോയിസ് വരുമ്പോൾ അത് കേൾക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണുമല്ലോ. അപ്പോൾ അതിനും വാട്സപ്പ് ഇവിടെ ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. 2x-ലും 1.5x-ലും ഒക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് വോയിസ് കേട്ട് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചല്ല പറയാനായിട്ട് പോകുന്നത്. ഈ വരുന്ന വോയിസ് മെസ്സേജുകൾ നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം എല്ലാ ലാംഗ്വേജും ഇത് സപ്പോർട്ടഡ് അല്ല. മലയാളം ഒന്നും സപ്പോർട്ടഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിന്ദി ലാംഗ്വേജ് ഒക്കെ സപ്പോർട്ടഡ് ആണ്. ഇപ്പൊ ഹിന്ദിയിൽ ഒരു മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് അതിന്റെ ടെക്സ്റ്റ് ആയിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പക്ഷേ നമ്മുടെ ലാംഗ്വേജിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. എന്തായാലും അധികം താമസിക്കാതെ മിക്ക ലാംഗ്വേജുകളും ഒരുമാതിരിപ്പെട്ട എല്ലാ ലാംഗ്വേജുകളും ഇതിൽ സപ്പോർട്ട് ആവും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അഞ്ചാമത്തെ അപ്ഡേറ്റ്, വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് കോൺടാക്ട്സിന് വേണ്ടി മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഇനി ഗ്രൂപ്പിന് വേണ്ടി ഇടുന്ന സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പ് കൂടി വാട്സപ്പ് സ്റ്റാറ്റസിൽ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. എത്ര പേര് ഇത് കിട്ടിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ആറാമത്തെ അപ്ഡേറ്റ് നല്ല കിടിലൻ അപ്ഡേറ്റ് ആണ്. വാട്സപ്പ് ലിസ്റ്റ് എന്നാണ് ഈ അപ്ഡേറ്റിന് പറയുന്നത്. അതായത് നമുക്ക് വാട്സപ്പിന്റെ ഹോം പേജിൽ ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ കുറെ ഓപ്ഷൻസ് മുകളിലായിട്ട് കാണാൻ സാധിക്കും. അതായത് അൺറീഡ് മെസ്സേജ്, ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ ചെറിയ ടാബുകളായിട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ ടാബ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പൊ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് അവിടെ ഒരു പ്ലസ് ഐക്കൺ ലഭിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കോൺടാക്ട് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പുകൾ ഈ ടാബിലേക്ക് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ സ്കൂള് അങ്ങനെയൊക്കെയുള്ള കുറെ ഫ്രണ്ട്സ്, അങ്ങനെ ഓരോ സെക്ഷനുകളായിട്ട് നമുക്ക് ഇതിനെ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാബിനുള്ളിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാനും പെട്ടെന്ന് ആ ഒരു കോൺടാക്ട്സ് നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ എല്ലാ വാട്സ്ആപ്പ് യൂസേഴ്സിനും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. വാട്സപ്പിന്റെ കോൾ സെക്ഷനിൽ നമ്മുടെ കോൺടാക്ട് കോൾ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇന്റർഫേസ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലായിരിക്കും. പക്ഷേ ഇവിടെ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ഈ ലുക്ക്, കോൾ ലിസ്റ്റിന്റെ ഈ ലുക്ക് മൊത്തത്തിൽ മാറാനായിട്ട് പോവുകയാണ്. പുതിയ ഒരു ഇന്റർഫേസ് ഇങ്ങനെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് അറിയാം. വാട്സപ്പിന്റെ ചാറ്റ് ഇൻപുട്ട് സെക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ഭാഗം, അതിനടുത്തായിട്ട് 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതായത് വാട്സപ്പ് പേയ്മെന്റിന്റെ സെക്ഷന്, ക്യാമറ, അതേപോലെ തന്നെ ഒരു അറ്റാച്ച്മെന്റിന്റെ 3 ഓപ്ഷൻസ് ആണ്. അതിലേക്ക് ഗാലറിയുടെ ബട്ടനോട് വരാൻ പോവുകയാണ്. പലരും വാട്സപ്പിന്റെ ചാറ്റ് ഇൻപുട്ട് സെക്ഷനിലെ ഈ ഒരു ഐക്കൺസ് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരിക്കത്തില്ല. ചിലരൊക്കെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഈ ചാറ്റ് ഇൻപുട്ട് സെക്ഷനിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഗാലറി ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗാലറി ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. കുഴപ്പമില്ലാത്തൊരു ഫീച്ചറാണ്. കാരണം അത് ഓൾറെഡി അവിടെ ഉള്ള കാര്യങ്ങളിൽ ഒന്ന് റീപ്ലേസ് ചെയ്ത് കുറച്ചുകൂടെ
യൂസ് ചെയ്യുന്നവർക്ക് ആ കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. 9ാമത്തെ അപ്ഡേറ്റ്, വാട്സപ്പിൽ ഒരുപാട് ജിഫുകൾ അയക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ വാട്സപ്പ് ജിഫുകളൊക്കെ അയക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. വാട്സപ്പ് ജിഫ് അയക്കുമ്പോൾ ഇനി നമുക്ക് ക്യാപ്ഷൻസ് ആഡ് ചെയ്തുകൊണ്ട് ജിഫ് ഫയലുകൾ അയക്കാനായിട്ട് സാധിക്കും. ഇതുവരെ അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് വരികയാണ്. അപ്പം നിങ്ങൾ ആരൊക്കെ വാട്സപ്പ് ജിഫ് അയക്കുന്നവരുണ്ടെന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ആ ഒരു ഫീച്ചർ സാധാരണ ഞാൻ യൂസ് ചെയ്യാറില്ല. ജിഫ് ഒന്നും എടുത്ത് ഞാൻ എങ്ങും വാട്സപ്പിലൂടെ ആർക്കും ഷെയർ ചെയ്യാറില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ഇമോജീസ് ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജിഫ് ഫയലുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. വാട്സപ്പ് മെറ്റ എ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾക്കിനി എയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ലൈവ് കോൺവെർസേഷൻ നടത്താനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിപ്ലൈ അപ്പം തന്നെ നമുക്ക് ടെസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. വോയിസ് ആയിട്ട് തന്നെ ഇനി റിപ്ലൈയും കിട്ടും. അതേപോലെ തന്നെ ലൈവ് കോൺവെർസേഷൻ നടത്താൻ സാധിക്കും. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ ലൈവ് കോൺവെർസേഷൻ മെറ്റ എയുമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും മെറ്റ എയിൽ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ ഒരുപാട് മാറ്റങ്ങൾ എയിലേക്ക് വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം വാട്സപ്പ് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. നമുക്കറിയാം വാട്സപ്പിൽ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ ഫോട്ടോസ് ജനറേറ്റ് ആയിട്ട് വരും. അതേപോലെ തന്നെ അതിനെ നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികളുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മെറ്റ എയിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ് തുടർന്നുള്ള ദിവസങ്ങളിൽ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും അപ്ഡേറ്റ്സ് ആണ് വാട്സപ്പിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പം വാട്സപ്പ് അപ്ഡേറ്റുമായിട്ടുള്ള വീഡിയോസ് ഞാൻ കുറെ നാളുകളായിട്ട് ചെയ്യുന്നില്ലായിരുന്നു. നമ്മുടെ പല സുഹൃത്തുക്കളും പല വീഡിയോകളുടെയും കമന്റിൽ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ്സ് ഒന്നുമില്ല, എന്താണ് ചേട്ടൻ വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ എന്നും നമ്മൾ വാട്സപ്പിന്റെ അപ്ഡേറ്റ് ഇട്ടാൽ ശരിയാകത്തില്ലോ എന്ന് കണ്ടാണ് ഞാൻ നിർത്തിവെച്ചത്. അപ്പൊ നിങ്ങൾക്ക് വാട്സപ്പ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള വീഡിയോകൾ താല്പര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്കുകളൊക്കെ നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ പുതിയ അപ്ഡേറ്റുകൾ ഓൾറെഡി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഗ്രൂപ്പുകളിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.